ചുട്ടുപൊള്ളുകയാണ് കേരളം. ഉഷ്ണതരംഗ സാധ്യതയുള്ള പാലക്കാട്, തൃശ്ശൂര്, കൊല്ലത്തൊക്കെ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താപനില കൂടാൻ തന്നെയാണ് സാധ്യത. കൊല്ലത്തും തൃശൂരിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് മരിച്ച സനൽകുമാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ കിണർ കുഴിക്കുന്ന ജോലിക്കിടെയാണ് സനലിന് സൂര്യാഘാതമേറ്റത്. സാന്ത്വന സാജുവും AV ജയശങ്കറും VS രഞ്ജിത്തും വിവിധയിടങ്ങളിൽ നിന്നായി ചേരുന്നു. ആദ്യം സ്വാന്തനയിലേക്കാണ്. സ്വാന്തന, സംസ്ഥാനത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് അറിയേണ്ടത്. പലയിടത്തും ചുട്ടുപൊള്ളുകയാണ്. മലയാളിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ചൂടാണ്. രാത്രിയൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ സ്വാന്തന? എവിടെയൊക്കെ ശ്രദ്ധിക്കണം? ഷിയാസ്, റോഷ്നി, സംസ്ഥാനം ഏറ്റവും ചൂട് കൂടിയ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ യെല്ലോ അലേർട്ടാണ് പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. 3 ജില്ലകളിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. കുറച്ചുകൂടി ജാഗ്രത വേണം എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഈ 3 ജില്ലയിലുമാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒരു ഓറഞ്ച് അലേർട്ട് എന്നതിനപ്പുറത്തേക്ക് ഈ 3 ജില്ലകളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ 3 ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും 40-അടുത്തും അതുപോലെ തന്നെ 40-ന് മുകളിൽ, പാലക്കാടൊക്കെ 40-ന് മുകളിൽ താപനില രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് ഇപ്പോൾ റെക്കോർഡ് താപനില പാലക്കാട് രേഖപ്പെടുത്തിയത്. 40.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഇത്തരത്തിൽ പലയിടങ്ങളിലും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി താപനിലയാണ് ആദ്യ ദിവസങ്ങളിലേക്ക്, ഈ വേനൽക്കാലം തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പലയിടങ്ങളിലും 4 മുതൽ 5 ഡിഗ്രി വരെ അധിക താപനില പല ജില്ലകളിലും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 3 ജില്ലകൾ മാത്രമല്ല, മറ്റ് ജില്ലകളുടെ കാര്യവും സമാന സ്ഥിതി തന്നെയാണ്. നിലവിലിപ്പോൾ ഈ താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്തത് 2 ജില്ലകളിൽ മാത്രമാണ്. ഒന്ന് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലുമാണ്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ കൊല്ലം, അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വളരെ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് ഈ ചൂട് കൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഒരു മരണമടക്കം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. പലയിടങ്ങളിൽ നിന്നും സൂര്യതാപവും സൂര്യാഘാതവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നതിൽ നിന്ന് കർശനമായി തന്നെ എല്ലാവരും മാറി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കുന്നത്. ആശ്വാസം എന്തെന്നാൽ വൈകുന്നേര സമയങ്ങളിൽ ചെറിയ ഒരു മഴയ്ക്ക് പലയിടങ്ങളിലും സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു വേനൽ മഴ വൈകുന്നേരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഈ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂട് കുറയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സമാനമായ രീതിയിൽ ഈ മലയോര മേഖലകളിലും ഇടനാടുകളിലും ഒക്കെ തന്നെയും മഴ ലഭിച്ചിരുന്നു. പക്ഷേ പകൽ സമയത്തെ ചൂട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് എന്തായാലും നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സ്വാന്തനയാണ് ചൂടും അത് സംബന്ധിച്ച മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നൽകിയത്. ഇനിയിപ്പോൾ AV ജയശങ്കറിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ജയശങ്കർ, ഈ കൊല്ലത്തെ ഏറ്റവും ആദ്യ ദിവസം മുതൽ ഈ കൊല്ലത്തും പാലക്കാടുമാണ് ചൂടതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നത്. ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതോടൊപ്പം ചില അവധികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് പറയണം. മാത്രമല്ല, ഈ പകൽ സമയത്ത് ഈ തൊഴിലാളികൾക്ക്, ഈ പുറത്ത് ജോലി ചെയ്യുന്ന, ഈ വെയിലത്തൊക്കെ ജോലി ചെയ്യേണ്ട തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ഇളവുകളൊക്കെ നൽകിയിരുന്നു. അതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ? അതായത് കൊല്ലം ജില്ലയിൽ അസാധാരണ സാഹചര്യമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. ഈ ഒരു തലത്തിലാണ് നിലവിൽ കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തൊഴിൽ വകുപ്പിന് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയോടുകൂടി ചെയർമാൻ ആയ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് തൊഴിൽ സമയം ഉൾപ്പെടെ പുനഃക്രമീകരിക്കണം. ഈ ആളുകൾ, ഈ അതിഥിത്തൊഴിലാളികൾ ഉൾപ്പെടെ ഈ സുരക്ഷാ മുന്നറിയിപ്പുകൾ അവർക്ക് കൂടി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 15-അംഗ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ തൊഴിൽ വകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ 10 മണി മുതൽ 3 മണി വരെയൊക്കെയുള്ള സമയത്ത് തുറന്നിടങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്തതെന്നൊരു നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഏപ്രിൽ അവസാനം വരെ 25-27 തീയതി വരെയൊക്കെ തന്നെ ഈ ഉഷ്ണതരംഗം ഇതുപോലെ തന്നെ തുടരുമെന്നാണ്
ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പൊതുവിലുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ പറയുന്നത്. എന്തായാലും പുനലൂർ ഉൾപ്പെടെ ജില്ലയിൽ വലിയ ചൂടുള്ള പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ വലിയ ജാഗ്രതയുണ്ട്. ആളുകൾ പുറത്തിറങ്ങുന്നതിൽ മറ്റും വലിയ തോതിൽ നിയന്ത്രണം വെക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന ഒഴിവാക്കിയാൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ ദുരന്ത നിവാരണ വകുപ്പും ഒക്കെ തന്നെ നൽകുന്നു. ഒപ്പം തന്നെ കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ട നടപടികളും സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കൊല്ലത്ത് വലിയ ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയുടെ ഭാഗമായാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി നൽകിയത്. കാരണം ഈ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ ഒരു ജാഗ്രതയും കരുതലുമൊക്കെ. ശരി, ജയശങ്കറാണ് കൊല്ലത്തെ സാഹചര്യം വിശദീകരിച്ചത്. നമുക്ക് വടക്കൻ ജില്ലകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി നോക്കാം. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നല്ല ചൂടാണോ? മലബാറിലെ ജില്ലകളുടെയൊക്കെ അവസ്ഥ എന്താണ്? പാലക്കാട് ഒരു സാഹചര്യം നമുക്കറിയാം, കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകൾ. മറ്റൊന്ന്, കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് ഇന്നലെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതും കൂടി ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. രഞ്ജിത്ത്, റോഷ്നി, തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തുന്നത് മലബാറിലാണ്. അതിൽ തന്നെ വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും താരതമ്യേന നല്ല താപനിലയാണ്. അതിൽ ഏറ്റവും കൂടിയ താപനില ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി വരെ താപനില ഉയരാം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 38 ഡിഗ്രി വരെ കോഴിക്കോട് ജില്ലയിൽ ഉയരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് 37 ഡിഗ്രി വരെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലുണ്ട്. വയനാട്ടിൽ മാത്രമാണ് ഒരല്പം കുറവ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് മലബാറിൽ. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒരു അങ്കണവാടി ടീച്ചർക്ക് അങ്കണവാടിക്കകത്ത് വെച്ച് സൂര്യാതപം ഏൽക്കുന്ന ഘട്ടമുണ്ടായി. അതുപോലെ ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ സനൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി കണ്ണൂരിൽ. ഇന്ന് സനലിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മറ്റു പലയിടങ്ങളിലും സൂര്യാതപം ഏറ്റ് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മലബാറിൽ നിന്നുള്ള വിവരം. അതുകൊണ്ട് ഈ ഒരു സെൽഫ് ലോക്ക്ഡൗൺ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സെൽഫ് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പകൽ സമയത്ത്, ചൂട് കൂടിയ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ അതിന് കൃത്യമായ മുൻകരുതലെടുത്ത് പുറത്തിറങ്ങുക എന്നുള്ളൊരു നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. VS രഞ്ജിത്താണ് മലബാറിലെ സാഹചര്യം വിശദീകരിച്ചത്.